കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി. എന്താണ് മാനസാന്തരം? ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതാണ്. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. മാനസാന്തരം ഈ പദം കൂടെ കേൾക്കാത്ത ആത്മീയ മീറ്റിങ്ങുകൾ കാണത്തില്ല, സഭായോഗങ്ങൾ കാണത്തില്ല. നമ്മളെല്ലാം കൂടെ പറയുന്നൊരു പദമാണ് മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെട്ടു. പലപ്പോഴും മാനസാന്തരത്തിന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരർത്ഥമിതാ, അത് തെറ്റല്ല. പാപം ചെയ്യുന്ന ഒരാൾ പാപത്തിൽ നിന്ന് മാറുക. മാനസാന്തരം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മനസ്സിനുണ്ടായ മാറ്റമെന്ന്. എന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്ന ഒരാൾ മനസ്സ് മാറി മദ്യപാനം നിർത്തുന്നു. അപ്പോൾ ഒരു മാനസാന്തരം തന്നെയാണത്. പക്ഷേ പുതിയ നിയമം വിവക്ഷിക്കുന്ന മാനസാന്തരം എന്താണ്? അത് ഞാൻ ആദ്യമേ തന്നെ പറയാം. രക്ഷയ്ക്കായി എൻ്റെ പ്രവൃത്തിയിലുള്ള എൻ്റെ ആശ്രയം വിട്ടിട്ട് അത് നടക്കത്തില്ല. ഞാൻ എത്ര ശ്രമിച്ചാലും രക്ഷപ്പെടാനോ പാപമോചനം പ്രാപിപ്പാനോ ദൈവത്തിന് അംഗീകാരയോഗ്യനാകാനോ സാധിക്കത്തില്ല എൻ്റെ പ്രവൃത്തി കൊണ്ട്, എൻ്റെ കർമ്മം കൊണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരാൾ നേരെ തിരിഞ്ഞ് കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നതാണ്. ഈ തിരിയലിനാണ്, ഈ ടേണിങ്ങിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഐ ആം ടേണിങ് ഫ്രം മൈ ട്രസ്റ്റ് ഓൺ മൈ ഓൺ വർക്ക്സ് to the works which my Lord has done and completed for me. എൻ്റെ രക്ഷയ്ക്കായി എൻ്റെ പ്രവൃത്തിയിലുള്ള ആശ്രയം വിട്ട് എനിക്ക് വേണ്ടി കർത്താവ് ചെയ്ത് കഴിഞ്ഞ നിവർത്തിച്ച് തീർത്ത ആ പ്രവൃത്തിയിലേക്ക് ഞാൻ ആശ്രയിക്കുന്നതാണ് മാനസാന്തരം. ഇച്ചിരൂടെ അങ്ങ് ലളിതമായി പറഞ്ഞാൽ എന്നിലുള്ള ആശ്രയം വിട്ട് ദൈവമേ സഹായിക്കണേ, യേശുവെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞൊന്ന് തിരിയുന്നതാണ് മാനസാന്തരം. ദാറ്റ്സ് എ ടേൺ. അതൊരു തിരിവാണ്. ഒരു വാക്യം ഞാൻ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിൻ്റെ സന്മുഖത്തു നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിശ്ചയിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. തിരിഞ്ഞുകൊള്ളുവീൻ, കർത്താവിലേക്ക് തിരിഞ്ഞുകൊള്ളുവീൻ. ആ തിരിയുന്നതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. മറ്റൊരു വേദഭാഗം ശ്രദ്ധിക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ 14-ാം അധ്യായം 15-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 14:15. നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ദൈവത്തിങ്കലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം. ഇവിടെ ഇപ്പം നമ്മൾ വായിച്ച വേദഭാഗത്ത് ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായൊരു വ്യക്തിയെ പൗലൂസും ബർന്നബാസും ചേർന്ന് സൗഖ്യമാക്കുന്നു. ഈ സൗഖ്യം കണ്ട് അവിടുത്തെ വിജാതിരായ ആൾക്കാർ പൗലൂസിനെയും ബർന്നബാസിനെയും ദേവന്മാരാന്ന് വിളിച്ച് അവർക്ക് പൂമാലയോ കൊണ്ടുവന്നിട്ട് അവരുടെ മുമ്പിൽ യാഗം കഴിപ്പാൻ അവരെ ആരാധിക്കാൻ തുടങ്ങി. ഉടനെ പൗലൂസും ബർന്നബാസും പറയോ, ഞങ്ങളെ ആരാധിക്കാതെ ഞങ്ങളെ ദൈവമാക്കാതെ നിങ്ങളുടെ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം. നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന ഈ കർമ്മങ്ങളെ വിട്ടിട്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ് സുവിശേഷം. നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിച്ച്
അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്ത് ദൈവത്തിന് എന്തെങ്കിലും അർപ്പിച്ച് നമ്മുടെ കർമ്മം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നതാണ് കർമ്മമാർഗം. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു, തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് ദാനം ചെയ്തു. നമ്മുടെ പാപപരിഹാരത്തിനായി യേശു മരിച്ചു. എൻ്റെയും നിങ്ങളുടെയും പാപപരിഹാരത്തിനുള്ള മുഴുവനും യേശു കൊടുത്തു തീർത്തു. സ്വയം അവൻ നേർച്ചയായി, വഴിപാടായി. എൻ്റെ കർമ്മങ്ങളിൽ ആശ്രയിക്കാതെ, അതുകൊണ്ടൊന്നും പണി നടക്കത്തില്ല, ഞാനിനി വ്യർത്ഥകാര്യങ്ങൾ ചെയ്യുന്നില്ല, കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് മതി, യേശുവെ അടിയനിതാ എന്ന് പറഞ്ഞ് അങ്ങോട്ട് തിരിയുന്നതാണ് സുവിശേഷം. നമ്മുടെ പ്രവൃത്തിയിലുള്ള ആശ്രയം വിട്ട് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ക്രിസ്തു മുഖേന ചെയ്തതിൽ നമ്മൾ ആശ്രയിക്കാനായിട്ട് തിരിയുന്നതിന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ മറ്റൊരു വേദഭാഗമുണ്ട്. അത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14 മുതൽ 16 വരെ വായിക്കാം. ഇത് യേശു ക്രിസ്തു തൻ്റെ അടുക്കൽ വന്ന നിക്കോദമോസ് എന്ന ആ പഴയ നിയമത്തിലെ ഒരു ഉപദേഷ്ടാവായിരുന്ന വ്യക്തിയോട് പറഞ്ഞതാണ്. പുതുതായി ജനിക്കണമെന്ന് യേശു ക്രിസ്തു നിക്കോദമോസിനോട് പറഞ്ഞപ്പോൾ നിക്കോദമോസ് പറഞ്ഞു, ഞാനതിനെന്നാ ചെയ്യേണ്ടേ? എനിക്ക് അമ്മയുടെ വയറ്റിൽ കയറി ജനിക്കാൻ പറ്റുമോ? അപ്പം ഞാൻ എന്തുവാ ചെയ്യേണ്ടേ വീണ്ടും ജനിക്കാൻ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാൻ? ഞാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. പക്ഷെ അതിൻ്റെ മറുപടി പറയുന്ന ശ്രദ്ധിക്കുക. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. യേശു പറയുക, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വചനമായത് കേട്ടോ. ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട വാക്യമിത യോഹന്നാൻ 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും ഈ ജീവൻ പ്രാപിക്കുമെന്നാണ്, അല്ലെങ്കിൽ വീണ്ടും ജന്മം പ്രാപിക്കും, രക്ഷ പ്രാപിക്കും എന്നാണ് നിക്കോദമോസിൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് യേശു പറയുക. നിക്കോദമോസ് ചോദിക്കുന്നത്, ഞാൻ എന്തു ചെയ്യണം? ഞാൻ അമ്മയുടെ ഉദരത്തിൽ കടന്ന് ഒന്നുകൂടെ ജനിക്കണമോ? എനിക്ക് ഈ ഒരു പുതിയ ജനനം ഉണ്ടാകാൻ, ഞാനൊരു പുതിയ വ്യക്തിയാകാൻ? എന്നാൽ കർത്താവ് പറയാം, ജഡത്താൽ ജനിച്ച ജഡമാ, നീ ഇനി എത്ര തവണ അങ്ങനെ കയറിയാലും നിനക്കൊരു മാറ്റവും വരില്ല. ഇവിടെ നിൻ്റെ കർമ്മം കൊണ്ടൊന്നും നടക്കത്തില്ല. മോശ മരുഭൂമിയിൽ ഒരു സർപ്പത്തെ ഉയർത്തിയിട്ട്, ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തിയിട്ട് അതിലേക്കൊന്ന് നോക്കിയാൽ മാത്രം മതി നിങ്ങൾക്ക് രക്ഷയുണ്ടെന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇതാ മനുഷ്യപുത്രനെ യേശു ക്രിസ്തുവിനെ ഉയർത്തിയിരിക്കുന്നു. ആ ക്രിസ്തുവിലേക്ക് ഒന്ന് തിരിഞ്ഞാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. ഒന്നുകൂടെ അത് വ്യക്തമാക്കാം. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയ സംഭവം പലർക്കും അറിയാമെങ്കിലും ഞാനൊന്ന് വിശദീകരിക്കാം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് ദൈവം അവരെ കൊണ്ടുപോകുന്ന വഴിയിൽ ഈ ജനം പിറുപിറുക്കുകയും അവരുടെ ഇടയിൽ അഗ്നിസർപ്പങ്ങൾ വന്ന് അവരെ കടിച്ചു. പലരും താഴെ വീണ് ചാകുന്നു, പലരും മരണത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു, വെപ്രാളം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവം അതിനൊരു മറുപടി കൊടുത്തു. ഇതിനെന്താ പരിഹാരം? നീ ഒരു കൊടിമരം സ്ഥാപിച്ച് അതിന്മേൽ പിച്ചള കൊണ്ട് ഒരു സർപ്പാകൃതി ഉണ്ടാക്കി അതിന്മേൽ തൂക്കണം. ആരെങ്കിലും അതിനെ നോക്കിയാൽ രക്ഷ പ്രാപിക്കും. അത് പിന്നെ ആ വിഷം അവനിൽ കടക്കത്തില്ല. ഇത് ഒരു ശാസ്ത്രം കൊണ്ട് വിശദീകരിക്കാൻ മേലാത്ത കാര്യം. പക്ഷേ ഇതിനാണ് ടേൺ എന്ന് പറയുന്നത്. ഒന്ന് നോക്കി, ഇപ്പം ഞാൻ പല മീറ്റിങ്ങുകളിലും ആൾക്കാരോട് പറയാറുണ്ട്, ഇതേ ഭാഗം വിശദീകരിക്കുമ്പോൾ ആയിരക്കണക്കിന് പേര് ഒരു ഹോളിൽ ഇരിക്കുക. നിങ്ങൾ ഇരിക്കുന്ന കസേരയുടെ അടിയിൽ ഒരു പാമ്പ് വരുന്നെന്ന് പറഞ്ഞാൽ, അല്ലെ ആരെങ്കിലും പറഞ്ഞാൽ അവിടെ എന്തൊരു ബഹളമായിരിക്കും. ഇപ്പം ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു പാമ്പ് വരുന്നെന്ന് പറഞ്ഞാൽ എന്തൊരു വെപ്രാളമായിരിക്കും. നിങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കും, ആണ്ടൊരു പാമ്പെന്ന് ഒരാൾ പറഞ്ഞാൽ ഇപ്പം തന്നെ ചിലപ്പോൾ നോക്കാൻ തോന്നുന്നുണ്ടായിരിക്കും, അല്ലേ? പാമ്പൊന്നുമില്ല അവിടെ. ഇങ്ങനെ നമ്മളാകെ പ്രയാസത്തിലാവും. ഞാനാണ് ഇവിടെ ഈ കസേരയുടെ മുകളിൽ ചാടിക്കയറും. നിങ്ങളിരിക്കുന്നിടത്ത് കസേരയുടെ മുകളിൽ ചാടിക്കയറും, അല്ലേ? എങ്ങനെ രക്ഷപ്പെടാമെന്നും കൊണ്ട് സ്വയം ശ്രമിക്കുക. മാത്രമല്ല ആ സമയത്ത് ഇതെല്ലാം കൂടെ വരികയാണെങ്കിൽ എവിടുന്നെങ്കിലും ഒരു കമ്പ് കിട്ടിയാൽ നമ്മൾ ഓരോ പാമ്പിനെയും അടിച്ചൊതുക്കാൻ ശ്രമിക്കും. ഒന്നിനെ അടിച്ചൊതുക്കി കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തൂടെ വരിക. അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ അവൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ സ്വന്തം ശ്രമങ്ങളിൽ അടിച്ചൊതുക്കാൻ നോക്കുക. പക്ഷേ ഒന്നിനെ അടിച്ചൊതുക്കി കഴിയുമ്പോൾ അടുത്ത് വരും. അല്ലെങ്കിൽ പാപത്തെയോ
അല്ലെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി ഇങ്ങനെ നമ്മൾ നോക്കുന്നത്. നുണയെ അടിച്ചൊതുക്കി കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കയ്പ് കയറി വരും. കയ്പിനെ അടിച്ചൊതുക്കി കഴിയുമ്പം എൻ്റെ നോട്ടം തെറ്റും. ചുരുക്കി പറഞ്ഞാൽ ഞാൻ എൻ്റെ തന്നെ രക്ഷപ്പെടാൻ ശ്രമിക്കുക. എനിക്കെതിരെ വരുന്ന എൻ്റെ സ്വഭാവങ്ങളാകുന്ന പാമ്പാകാം, പ്രശ്നങ്ങളാകാം, ഇതിനെയെല്ലാം ഞാൻ അടിച്ചൊതുക്കി തീർക്കാൻ നോക്കുക. പക്ഷേ ഒരിക്കലും തീരത്തില്ല. അന്നേരമാണ് പുറകിലൊരു ശബ്ദം കേൾക്കാം, ഇതാ ഇവിടെ കൊടിമരത്തിന്മേൽ ഒന്ന് തിരിഞ്ഞ് നോക്കി. ആരെങ്കിലും നോക്കൂ. നമ്മുടെ ചുറ്റും ഇങ്ങനെ പാമ്പ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറം ഒന്ന് ഒരു ഉപദേശി വിളിച്ച് പറയുക, ഇല്ല അങ്ങോട്ട് നോക്കണ്ട, ഇങ്ങോട്ട് നോക്കിക്കോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഇപ്പോഴാണ് ഉപദേശി ഓരോന്നും കൊണ്ട് വന്നിരിക്കുന്നത്, ഞാൻ ഇതിനെ ഒന്ന് ഒതുക്കാവോ എന്ന് നോക്കട്ടെ. വാസ്തവത്തിൽ അവിടെ ഈ മാനസാന്തരപ്പെടുക, വിശ്വസിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പമായിട്ട് നമുക്ക് തോന്നും. വാസ്തവത്തിൽ എളുപ്പമായ ഒരു കാര്യം, എന്നാൽ അത്ര എളുപ്പമല്ല. ഞാൻ ഈ സ്വയം ഇതിനെയെല്ലാം അതിൽ നിന്നെല്ലാം രക്ഷ നേടാനോ ഈ പ്രശ്നങ്ങളെല്ലാം ഒതുക്കാനുള്ള എൻ്റെ ശ്രമം വിട്ട് എനിക്ക് വേണ്ടി വേറൊരാൾ ചെയ്തു വെച്ചതിലേക്ക് ഞാൻ നോക്കണേ. ഭയങ്കര റിസ്ക്കാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. എന്നാ റിസ്ക് എന്നാന്ന് ചോദിച്ചാൽ, ഈ സമയത്ത് വേണേൽ പാമ്പെല്ലാം വന്ന് എന്നെ കടിക്കാം. പക്ഷേ അപ്പുറം ഒരു വചനം കേട്ടിരിക്കുകയാണ്, ഇല്ല ഉയർത്തപ്പെട്ട ആ കൊടിമരത്തിന്മേൽ ഉയർത്തപ്പെട്ടതിനെ നോക്കിയാൽ, അതാ യേശു പറഞ്ഞ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. എവിടെ? ക്രൂശിൽ. കർത്താവ് യേശു ക്രിസ്തുവിനെ ഉയർത്താൻ പോവുക. അപ്പോൾ കർത്താവ് അവിടെ നിക്കോദെമോസിനോട് പറഞ്ഞത്, ഞാൻ ക്രൂശിൽ ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ, അഥവാ മരണ പുനരുത്ഥാനങ്ങളിലൂടെ ഞാൻ ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നോക്കിയാൽ മതി, വിശ്വാസത്താൽ നോക്കിയാൽ മതി, അവൻ നിത്യജീവൻ പ്രാപിക്കും. അതാ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ആ നോട്ടമാണ് വിശ്വാസം. ആ നോക്കാനാണ് എനിക്ക് മാനസാന്തരം ആവശ്യമായിരിക്കുന്നത്. എൻ്റെ ശ്രമം ഉപേക്ഷിച്ച് അവനിലേക്ക് നോക്കുക. നമ്മൾ പറയും, മുമ്പേ പറഞ്ഞ പോലെ പാമ്പെല്ലാം എന്നെ കടിക്കാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇല്ല നിങ്ങൾ അത് വിട്, ഇങ്ങോട്ട് നോക്കെന്ന് പറഞ്ഞാൽ വാസ്തവത്തിലൊരു റിസ്ക് എടുക്കാമെന്ന് പറയും. കഴിഞ്ഞ ദിവസം ഈ വിശ്വാസത്തെക്കുറിച്ച് ഞങ്ങൾ സഹോദരന്മാർ പറഞ്ഞുകൊണ്ടിരുന്നപ്പം, വാസ്തവത്തിൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞാൽ ഒരു റിസ്ക് എടുക്കാമെന്ന് പറയും. ഒരർത്ഥത്തിൽ അങ്ങനെ പറയാമെങ്കിൽ റിസ്ക് എടുക്കുകയല്ല, എല്ലാ റിസ്ക്കും തീരുക അല്ലേ എന്ന് പറഞ്ഞാൽ, ഒരു റിസ്ക്കും ഇനിയും വേണ്ട, എന്നെ പൂർണ്ണമായിട്ട് വിടുവിക്കാൻ കഴിയുന്ന ഒരു കർത്താവിലേക്ക് ഞാൻ തിരിയുക എന്നർത്ഥം. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ ഈ ശിഷ്യന്മാർ വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ കൊടുങ്കാറ്റും തിരമാലയെല്ലാം വന്ന് എല്ലാവരും മുങ്ങാൻ തുടങ്ങിയപ്പോഴാണ് കർത്താവ് വെള്ളത്തിന് മുകളിൽ കൂടെ നടന്നു വരിക. ഉടനെ പത്രോസ് പറഞ്ഞു, കർത്താവെ ഞാനും ഇറങ്ങി വരട്ടെ, നടക്കാൻ എന്നോട് പറയണമെന്ന് പറഞ്ഞു. നീ വന്നോളാൻ പറഞ്ഞു. ഉടനെ പത്രോസ് കാലെടുത്ത് വെച്ചു. വാസ്തവത്തിൽ റിസ്ക് അല്ലേ? ഒരർത്ഥത്തിൽ റിസ്ക് തീരുക. കാരണം ഇത്രയും സുരക്ഷിതനായ ഒരാളുടെ വാക്കിലേക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ റിസ്ക് തീരുകയല്ലേ? ആ വള്ളത്തിലിരിക്കുന്നതല്ലേ വാസ്തവത്തിൽ റിസ്ക്. വാസ്തവത്തിൽ ഈ പാമ്പെല്ലാം എന്നെ കടിക്കാൻ വരുന്നതല്ലേ റിസ്ക്. ഞാനതിനെ ജയിക്കാമെന്ന് എനിക്ക് ഒരിക്കലും പറയാനൊക്കത്തില്ല. കാരണം ചുറ്റുപാടും ഒത്തിരി പേര് പാമ്പിൻ്റെ കടിയേറ്റ് ചത്ത് കിടക്കുക. ഞാൻ 10 പാമ്പിനെ ഒതുക്കിയാൽ 20 പാമ്പ് വന്നുകൊണ്ടിരിക്കുക. എനിക്കൊരു രക്ഷയില്ല. പക്ഷേ ഞാൻ നിന്നെ സഹായിക്കാം മകനെ, ഞാൻ നിൻ്റെ പാപപരിഹാരത്തിനായിട്ട് മരിച്ചു, നീ കൊടുത്തു തീർക്കേണ്ടതെല്ലാം തീർത്തു, ഇനി എന്നെ ഒന്ന് ആശ്രയിച്ചെന്ന് പറയുമ്പോൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട്, എൻ്റെ സ്വന്തം പ്രവൃത്തികൾ വിട്ട് കർത്താവിലേക്ക് ഞാൻ തിരിയുമ്പോൾ അവൻ്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരും. അതാണ് നമ്മൾ ആദ്യം വായിച്ച വാക്യം. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. നമ്മൾ പലപ്പോഴും ഓർത്തത്, നീ മാനസാന്തരപ്പെട്ടിട്ട് വാ, എന്നാൽ കർത്താവ് നിന്നെ സ്വീകരിക്കുന്നു പറഞ്ഞാൽ നീ കുടി നിർത്തി, നീ അഴുക്ക് സ്വഭാവം എല്ലാം നിർത്തി ശരിയായിട്ട് വാന്നാ പലരും ഉദ്ദേശിച്ചു. അങ്ങനെ അല്ല. നിനക്ക് ശരിയാകാനുള്ള നിൻ്റെ ശ്രമങ്ങൾ ഉപേക്ഷിക്കുമോനെ, എന്നിട്ട് നീ എന്നിലേക്കൊന്ന് തിരിഞ്ഞ് നീ തന്നെ ശരിയാവും. ഇത് കുറച്ചുകൂടെ വ്യക്തമാകുന്ന ഒരു വചനമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 26:20. ആദ്യം ദമസ്കോസിലും യെരൂശലേമിലും യഹൂദ്യ ദേശത്തെങ്ങുമുള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം എന്ന് പ്രസംഗിച്ചു. മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ പാപസ്വഭാവങ്ങൾ എല്ലാം വിടുന്നതല്ല മാനസാന്തരം. എന്നെ കൊണ്ടത് വിടാൻ പറ്റുന്നില്ല. എനിക്ക് മദ്യപാനം നിർത്താൻ പറ്റുന്നില്ല, എനിക്ക് നന്നായി ജീവിക്കാൻ പറ്റുന്നില്ല, ഞാൻ നോക്കിയിട്ട് എനിക്ക് നന്നാകാൻ പറ്റുന്നില്ല. അത് മനസ്സിലാക്കി എൻ്റെ
ഞാൻ സ്വയം രക്ഷ നേടാൻ വേണ്ടി എൻ്റെ കർമ്മങ്ങൾ, എൻ്റെ പ്രവൃത്തികൾ, ഞാൻ അതിനുവേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു നോക്കുന്നു, അല്ല ദൈവത്തിന് എന്തെങ്കിലും വഴിപാട് കഴിച്ചു നോക്കുന്നു, ഇതെല്ലാം എൻ്റെ കർമ്മപ്രവൃത്തികളാണ്, നിർജീവ പ്രവൃത്തികളെന്നാണ്. അതിന് എബ്രായ ലേഖനം 6:1 പറഞ്ഞ്, നിർജീവ പ്രവൃത്തികളെക്കുറിച്ച് നിർജീവ പ്രവൃത്തികളിൽ നിന്ന് നീ സ്വയം രക്ഷ നേടാനുള്ള നിൻ്റെ ശ്രമങ്ങളിൽ നിന്ന് രക്ഷ നേടി അവിടുന്ന് കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ നിവർത്തിച്ച പ്രവൃത്തിയിലേക്ക് ഞാൻ തിരിയുക. അതാണ് മാനസാന്തരം. എന്നിട്ടാണ് പറയുന്നത് മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം. നോക്കുക, എൻ്റെ പ്രവൃത്തി കൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിക്കുകയല്ല, കർത്താവിലേക്ക് തിരിയുമ്പോൾ തന്നെ എനിക്ക് കർത്താവ് തൻ്റെ ആത്മാവിനെ തന്ന് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ അതേ തുടർന്നാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല ഞാൻ മാനസാന്തരപ്പെടുന്നത്, അവിടുത്തെ പ്രവൃത്തി കൊണ്ടാണ് എനിക്ക് രൂപാന്തരം ഉണ്ടാകുന്നത്. ഇനി അവിടുത്തെ കൃപയാൽ എനിക്ക് അവിടുന്ന് ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കും. നോക്കൂ, ഇതാണ് ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ രൂപാന്തരം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2 ശിഷ്യന്മാർ കർത്താവിൻ്റെ മരണസമയത്തോടടുത്ത് വളരെ വലിയ അപരാധങ്ങളാണ് ചെയ്തത്. ഒന്ന് പത്രോസ്, 2 യൂദ. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു, യേശുവിനെ പ്രാഗി എന്നാണ് പറയുന്നത്. ഞാനവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപക്ഷെ അന്നത്തെ ആ മത്സ്യപിടുത്തക്കാരുടെയൊക്കെ ആ ഇടയിലുള്ള ചീത്തകൾ മുഴുവൻ യേശുവിനെ വിളിച്ചു, ഏതാണ്ടൊക്കെ പറഞ്ഞു. മറ്റൊരാൾ യൂദയാണ്. യൂദ എന്ന ശിഷ്യൻ യേശുവിനെ ഒറ്റുകൊടുത്തു. യേശുവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി 30 വെള്ളിക്കാശ് വാങ്ങി യേശുവിനെ പിടിക്കാൻ വരുന്നവർക്ക് രാത്രിയിൽ പതിയിരിപ്പുകാർക്ക് യേശുവിനെ കാട്ടിക്കൊടുക്കുക. വലിയ അപരാധമാണ്. 2 പേരും ചെയ്തത് അപരാധമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പത്രോസ് ചെയ്തത് ഭീകരമാണ്, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ യൂദ ചെയ്തതും ഭീകരമാണ്. ഇവിടെ നമുക്ക് 2 പേരെ കാണാം. നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ സംഭവം വ്യക്തമായി പറയുകയാണ്. യൂദ അനുദപിച്ചെന്ന് പറയുന്നുണ്ട്. ഞാനൊന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം മുതൽ ശ്രദ്ധിക്കുക. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുദപിച്ചു. അനുദപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെ അടുക്കൽ മടക്കി കൊണ്ടുവന്നു. നോക്കുക, ഈ വ്യക്തി വന്ന സ്ഥലം തെറ്റി. ഈ വ്യക്തി നേരെ ഓടി യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ മതി. നോക്കുക, പത്രോസിന് സംഭവിച്ചത്, പത്രോസ് തള്ളിപ്പറഞ്ഞു, ചീത്ത പറഞ്ഞു, യേശുവിനെ പ്രാഗി. ആ സമയത്ത് യേശു പറഞ്ഞ പോലെ തന്നെ കോഴി കൂകി. അപ്പോൾ കർത്താവ് തിരിഞ്ഞെന്ന് നോക്കി, പത്രോസ് യേശുവിനെ നോക്കി. അവിടെ തന്നെ നിന്നൊന്നാണെങ്കിലും മനസ്സുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു. കർത്താവ് സ്നേഹത്തോടെ അവനെ നോക്കി. ആ നോട്ടത്തിൽ പത്രോസ് മാനസാന്തരപ്പെട്ടു, പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. കർത്താവ് അവന് മാനസാന്തരം നൽകി, കർത്താവിന് ക്ഷമ കൊടുത്തു. എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യം കണ്ട മറിയോട് പറഞ്ഞത്, നീ എൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ചെല്ലണം, പത്രോസിൻ്റെ അടുക്കൽ ചെല്ലണം. എടുത്തു പറയുക, എൻ്റെ ശിഷ്യന്മാരുടെയും പത്രോസിൻ്റെ അടുക്കൽ. നോക്കുക, പത്രോസിൻ്റെ അടുക്കൽ ആദ്യം കാണാൻ യേശു ആഗ്രഹിക്കുക. അതെല്ലാം കർത്താവ് ക്ഷമിച്ചു. അവിടെ പത്രോസ് ചെയ്തത് ഭീകര തെറ്റാണെങ്കിലും ആ തെറ്റിൻ്റെ പരിഹാരത്തിന് യേശു വന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ്റെ അടുക്കലാണ് ചെന്ന്. എന്നാൽ ഇവിടെ യൂദ ആ യഹൂദ പുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. നോക്കുക, അനുദപിക്കുകയും ചെയ്തു, പാപത്തിൻ്റെ കൺഫെഷനും നടത്തി. പക്ഷെ അവരെന്ത് പറഞ്ഞു? അത് ഞങ്ങൾക്കെന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിലെറിഞ്ഞ് ചെന്ന് കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശെടുത്ത് ഇത് രക്തവിലയാകിയാൽ ശ്രീഭണ്ഡാരത്തിലിടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. ഈ രക്തം ചൊരിഞ്ഞതിന് കുഴപ്പമില്ല അവർക്ക്, ഈ യേശുവിനെ ക്രൂശിക്കുന്നതിനും ചെയ്യാവുന്ന എല്ലാം ചെയ്തതിന് ഒരു തെറ്റുമില്ല. പക്ഷേ ആ വിലയെടുത്ത് ശ്രീഭണ്ഡാരത്തിലിട്ടാൽ അവിടുത്തെ വിശുദ്ധി പോകും കേട്ടോ. അതാണ് മതം എന്ന് പറയുന്നത്. ഭണ്ഡാരത്തിലിടുന്ന വിഹിതമല്ല എന്ന് പറഞ്ഞു. കൂടി ആലോചിച്ച് പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവൻ്റെ നിലം വാങ്ങി. അതവിടെ നിൽക്കട്ടെ. എന്നാൽ ഇതേ യൂദ തനിക്ക് തെറ്റുപറ്റി കർത്താവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു. ശിക്ഷയ്ക്ക് വിധിച്ചെന്ന് കണ്ടപ്പോഴാണ്, ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ടു. ഒരുപക്ഷെ ഇനിയും യേശുവോട് നിങ്ങളെങ്കിലും രക്ഷപ്പെട്ടു പോകുമെന്നാണോ യൂദ ധരിച്ചതെന്ന് നമുക്കറിയില്ല. ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് കണ്ടപ്പോൾ അയ്യോ ഇത് പറ്റിപ്പോയല്ലോ, അത് അദ്ദേഹത്തിന് അനുതാപം ഉണ്ടായി. അദ്ദേഹത്തിന് ഞാൻ തെറ്റ് ചെയ്തു എന്ന് ഏറ്റവും പറഞ്ഞു. പക്ഷേ കർത്താവിലേക്ക് തിരിഞ്ഞില്ല.
അവന് കരുണ കാണിക്കാൻ കഴിയുന്നവനിലേക്ക് തിരിഞ്ഞില്ല. യേശുവിൻ്റെ അടുക്കൽ വന്നില്ല. യേശുവിൻ്റെ അടുക്കൽ വന്നിരുന്നെങ്കിലോ നിശ്ചയമായിട്ടും എന്ത് സംഭവിക്കുമായിരുന്നു? കർത്താവിനെ ക്രൂശിച്ചവർക്ക് വേണ്ടി കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്, ഇവർ ചെയ്യുന്ന എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചവരാണ് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം പത്രോസിൻ്റെ പ്രസംഗം കേട്ട് ആദ്യം മാനസാന്തരപ്പെട്ടതിൽ ക്രൂശിച്ചവരാണ്. നിങ്ങൾ ക്രൂശിച്ചവനെ കർത്താവ് ഉയർപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടാൻ മാനസാന്തരപ്പെടുവിൻ അവിടെയും പറയുന്നുണ്ട്. അപ്പോസ്തലർ പ്രവൃത്തി 2 എന്താ മാനസാന്തരപ്പെടേണ്ടത്? കം ടു ജീസസ്. നിങ്ങൾ യേശുവിൻ്റെ അടുക്കിലേക്ക് എത്ര തെറ്റ് പറ്റിയ ആളായിക്കോട്ടെ, യേശുവേ ഇതാ ഞാനെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരും. യേശുവിൻ്റെ അടുക്കൽ അനുതാപത്തോടെ ചെന്ന ഒരു വ്യക്തിയും കർത്താവ് ഉപേക്ഷിച്ചിട്ടില്ല. കല്ലെറിയപ്പെടാൻ നിന്ന സ്ത്രീ ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടുന്ന് ക്ഷമയല്ലേ വന്നുള്ളൂ. മഹാഭാവിയായ സക്കായി മരത്തിന് മുകളിൽ കയറിയിരുന്നു. ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ യേശുവിങ്കിൽ നിന്ന് ക്ഷമയും സ്നേഹവുമല്ലേ വന്നുള്ളൂ. അങ്ങനെ ഏത് ഭാഗം വേണമെങ്കിൽ നോക്ക്. ആ പാപിനിയായ സ്ത്രീ യേശുവിങ്കിൽ നിന്ന് ക്ഷമയല്ലേ വന്നുള്ളൂ. തെറ്റു പറ്റി എന്നുള്ളതല്ല നമ്മുടെ പ്രോബ്ലം, അത് പ്രോബ്ലം തന്നെയാണ്. എന്നാൽ തെറ്റിൻ്റെ പരിഹാരകനായ ക്ഷമിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് വന്നിട്ടും ഈ സുവിശേഷം കേട്ടിട്ടും നമ്മുടെ മുഖം തിരിച്ചു കളയുന്ന, ഈ സുവിശേഷമൊന്നും എനിക്ക് ആവശ്യമില്ല, ഞാൻ വലിയ കുഴപ്പമൊന്നും ചെയ്തിട്ടില്ല എന്ന് സ്വയം നീതിയിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ കർത്താവിൽ നിന്ന് ഗുണം കിട്ടാതിരിക്കുകയുള്ളൂ. അങ്ങനെ യൂദ യേശുവിൻ്റെ അടുക്കലൊന്ന് വന്നിരുന്നെങ്കിൽ, ആ ക്രൂശിൻ്റെ ചുവട്ടിലൊന്ന് വന്നിരുന്നെങ്കിൽ, കർത്താവിലേക്ക് തിരിഞ്ഞിരുന്നെങ്കിൽ കർത്താവിൻ്റെ മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വന്നേനെ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു വേദഭാഗം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. യോഹന്നാൻ 6:28-29. അവർ അവനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. എപ്പോഴും കർത്താവിനെ പ്രസാദിപ്പിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് മനുഷ്യൻ്റെ ചോദ്യം. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്ന അത്രേ എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയോ ചെയ്ത്, കർമ്മങ്ങൾ ചെയ്ത്, ഞാൻ സ്വയം നന്നാകാൻ ശ്രമിച്ച് അങ്ങനെ തുടരുന്ന അല്ല ദൈവഹിതം. മറിച്ച് നിന്നെക്കൊണ്ടും എന്നെക്കൊണ്ടും അത് പറ്റത്തില്ല. നമ്മളെ വിടുവിക്കാനായി ദൈവം ഒരാളെ അയച്ചു, അതത്ര യേശു. ഒരു മതത്തിന് വേണ്ടി അയച്ചതല്ല, സകല മാനവജാതിക്ക് വേണ്ടി അയച്ചതാണ്. അവനിലേക്ക് തിരിയുന്നതാണ് ഈ വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞാൽ ട്രസ്റ്റാണ്, ആശ്രയിക്കുക. എൻ്റെ പ്രവൃത്തിയിലായിരുന്നു എൻ്റെ വിശ്വാസം. ഞാൻ എങ്ങനെയെങ്കിലും നന്നാക്കി എനിക്ക് പറ്റിയ തെറ്റുകളൊക്കെ പരിഹരിച്ച്, യൂദായ അതിൽ ആണല്ലോ ചെയ്തത്, ആ വാങ്ങിയ പൈസ കൊണ്ട് തിരിച്ചു കൊടുത്ത് താൻ തന്നെ കറക്റ്റ് ചെയ്യാൻ നോക്കുക. പക്ഷേ അതൊന്നും ചെയ്യുന്നതിന് മുമ്പ് യേശുവിൻ്റെ അടുക്കൽ അങ്ങ് ചെന്നിരുന്നെങ്കിൽ തന്നെ കർത്താവ് തന്നെ കറക്റ്റ് ചെയ്തേനെ, രൂപാന്തരപ്പെടുത്തിയേനെ. അതാണ് ഇന്ന് കർത്താവ് നമ്മളോട് ഇടപെടുന്നു. ആകയാൽ കർത്താവിൻ്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരുവാനായി നമുക്ക് അവങ്കിലേക്കൊന്ന് തിരിയാം, മാനസാന്തരപ്പെട്ട് കർത്താവിലേക്കൊന്ന് തിരിയാം. നമ്മുടെ എവിടെ സംഭവിച്ച തെറ്റുകളായാലും വീഴ്ചകളായാലും ജീവിതത്തിൽ നന്നാകാൻ നോക്കിയിട്ട് നന്നാകാൻ പറ്റുന്നില്ലെങ്കിലും, കർത്താവ് എന്നെക്കൊണ്ട് നടക്കുന്നില്ല, ഐ ആം ജസ്റ്റ് ടേണിങ് ടു യു എന്ന് പറഞ്ഞാൽ കർത്താവ് 2 കരവും നീട്ടി നമ്മെ സ്വീകരിക്കും. ആകയാൽ നമുക്കൊന്ന് മാനസാന്തരപ്പെടാം. നമ്മളുടെ രക്ഷയ്ക്കായി, നമ്മളുടെ വിടുതലിനായി, ദൈവത്തെ പ്രസാദിപ്പിക്കാനായി നാം എന്തൊക്കെയോ കർമ്മങ്ങളും ക്രിയകളും ചെയ്യുന്നതൊന്ന് അവസാനിപ്പിച്ചിട്ട്, എന്നെക്കൊണ്ട് നടക്കത്തില്ല യേശുവെ, അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്ത ഫിനിഷ്ഡ് വർക്കിൽ, നിവർത്തിച്ച് തീർത്ത പ്രവൃത്തിയിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറയാം. ആ യേശു ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ചതിനാൽ, ബൈ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് വി ഹാവ് ഓൾ ബ്ലെസ്സിങ്സ്. രോഗസൗഖ്യമുണ്ട്, വിടുതലുണ്ട്, നിത്യജീവനുണ്ട്. കർത്താവ് അതിന് വേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. ലോർഡ്, ഐ ജസ്റ്റ് ട്രസ്റ്റ് യു നമുക്ക് പറയാം. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആ നിലയിൽ മാനസാന്തരപ്പെടുന്ന കർത്താവെ, ഞങ്ങൾക്ക് നന്നാകാൻ പറ്റത്തില്ല. ഞങ്ങളുടെ മദ്യപാനം നിർത്താനോ അഴുക്ക് സ്വഭാവങ്ങൾ അവസാനിപ്പിക്കാനോ കഴിവ് ഞങ്ങൾക്കില്ല. ആ മരുഭൂമിയിൽ അവർ ഓരോ സർപ്പങ്ങളെയും തല്ലിച്ചതച്ച് അവസാനിപ്പിക്കാൻ നോക്കുമ്പോൾ അടുത്ത സർപ്പം അവരുടെ നേരെ വന്നു. അവർക്ക് സ്വയം അതിനെ പരിഹരിപ്പാൻ കഴിഞ്ഞില്ല. എന്നാൽ അവരൊന്ന് തിരിഞ്ഞ് ആ ഉയർത്തപ്പെട്ട ആ പിച്ചൽ സർപ്പത്തിലേക്ക് നോക്കിയപ്പോൾ വിടുതലായെന്ന പോലെ ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തപ്പെട്ട, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിന്മേൽ ഉയർത്തപ്പെട്ട, ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവരെ നിന്ന് ഉയർത്തി ഇന്നും ജീവിക്കുന്ന യേശുവിലേക്ക് ഞങ്ങൾ നോക്കുക. അവിടുത്തെ മുഖത്തു നിന്ന് ആശ്വാസകാലങ്ങൾ വരുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ കൈകൾ
വിടുകയാണ്. ഞങ്ങളുടെ ശ്രമങ്ങൾ അവസാനിപ്പിക്കുകയാണ്. വി ജസ്റ്റ് കം ടു യു ലോർഡ്. ഇന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും ആ യഥാർത്ഥ മാനസാന്തരം കൊടുത്ത് കർത്താവ് അവരെ പുണരുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ അങ്ങനെ ചെയ്തതിനായി നന്ദി. ഞാൻ ആത്മാവിൽ കാണുന്നത് അനേകർ അവരുടെ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള പദ്ധതികൾ അവസാനിപ്പിച്ച് യേശുവേ എന്ന് വിളിക്കുമ്പോൾ 2 കരങ്ങളും വന്ന് പുണരുന്ന ഒരു കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയാണ്. ആ കരങ്ങളാൽ ഇപ്പോൾ രോഗസൗഖ്യമുണ്ടാകട്ടെ. ആ കരങ്ങളാൽ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മ നിറവുണ്ടാകട്ടെ. അത് രൂപാന്തരപ്പെടാൻ കഴിയാഞ്ഞ ജീവിതത്തിലെ സ്വഭാവങ്ങൾ ഈ നിമിഷം വിട്ടുമാറട്ടെ. മദ്യപാന സ്വഭാവങ്ങൾ, വേണ്ടാത്ത ബന്ധങ്ങൾ, കോപങ്ങൾ എന്തെല്ലാമോ മാറി ഒരു പുതിയ വ്യക്തിയായി മാറട്ടെ. ഒരു പുതുജനനം നടക്കട്ടെ. ഒരു വലിയ വ്യത്യാസം, രൂപാന്തരം ഉണ്ടാകട്ടെ. സൗഖ്യമുണ്ടാകട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. അതെ, യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് വിശ്വസിക്കുമ്പോൾ അവൻ നമ്മളെ പുതിയ സൃഷ്ടികളാക്കുക. നമുക്ക് നന്നാകാൻ കഴിയാത്തിടത്ത് അവൻ നമ്മെ മാറ്റിയെടുക്കുക. ഇനി മരണത്തിൻ്റെ സർപ്പം നമ്മളിൽ നിൽക്കയില്ല. ക്രിസ്തുവിൻ്റെ ജീവനാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്. സോ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെയും കർത്താവ് കൃപയിൽ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. राजकुमार है तू, देखो आते हैं बहते हुए खून की धार। क्रूस से देखो आती है बहते हुए खून की धार। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू। चरणों में आ